കണ്ട ഓട്ടം കണ്ട പോലീസാണ് നിയന്ത്രിക്കുന്നത്. എന്താ ഈ സംഭവം എന്ന് അറിയുങ്ങൾ? നമ്മുടെ കണ്ണൂരിൽ ഒരു ഷോപ്പ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വീഡിയോ ആണിത്. ഇന്ന് രാവിലെ ഉദ്ഘാടനം ചെയ്യേണ്ട ഒരു ഷോപ്പാണ്. ആദ്യം വരുന്ന 75 ആൾക്ക് ₹1 നോട്ട് കൊടുത്താൽ ഷൂ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് അനൗൺസ് ഉണ്ടായിരുന്നു. വീഡിയോ ഒക്കെ വന്നിരുന്നു. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, തൃക്കരിപ്പൂർ എന്നൊക്കെ ആൾക്കാർ അതിരാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം വരുന്ന 75 ആക്കേ ഉള്ളൂ ഷൂ. അങ്ങനെ ഈ ഷോപ്പ് എന്തായാലും തുറന്നില്ല. ജനസാഗരാണ്. പോലീസ് നിയന്ത്രിച്ചിട്ടാണ് ജനങ്ങളെ പിരിച്ചുവിട്ടത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, തേനും റോസും തൊപ്പിയും മാത്രമല്ല അപകടം ഉണ്ടാക്കുന്നത്. ഇതൊക്കെ വലിയ അപകടം തന്നെയാണ്. കച്ചവടക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നടക്കൂടാ. എന്തായാലും എൻ്റെ മകനും ₹1 നോട്ട് എവിടുന്നോ സംഘടിപ്പിച്ചു. ഞാൻ ₹1 വേണ്ടി ഒരുപാട് ചോദിച്ചു. കാരണം എൻ്റെ നോട്ട് ശേഖരത്തിൽ വെക്കാൻ വേണ്ടി കിട്ടിയില്ല. എന്തായാലും എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, അവിടെ എത്തിയപ്പോൾ പുതുപുത്തൻ ₹1 നോട്ടുമായിട്ട് ആയിരക്കണക്കിന് നോട്ടുമായിട്ട് ഒരാളെ നിൽക്കുന്നു. അപ്പം അയാളോട് ഞാൻ വാങ്ങി. എന്തായാലും എൻ്റെ ലക്ഷ്യം പൂർത്തിയായി വീഡിയോ എടുത്തു. നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ഓഫറിൻ്റെ ബേക്ക് പായുന്ന സമയത്ത് ഈ ഒരു പൈസ എല്ലാവർക്കും കുറച്ച് കൊടുത്താൽ, സത്യസന്ധമായിട്ട് കുറച്ച് കൊടുത്താൽ എത്ര ആൾക്കാർക്ക് ഉപകരിക്കും. ഇങ്ങനെയൊന്നുമില്ല ഫേമസ് ആകേണ്ടത്. ഇതിലൊരു തന്ത്രമാണ്, ബിസിനസ് തന്ത്രമാണ് ഇതൊക്കെ. ആ കടക്കാർ ഇനി ആരോ ₹2 പ്രഖ്യാപിക്കണം പറഞ്ഞു. എന്താ ഇതിൻ്റെ ആവശ്യം? ഇങ്ങനെ ഒരു ഉദ്ഘാടനം വേണോ? ഷോപ്പുകാർ വിചാരിച്ചാൽ നമ്മുടെ നാട് നന്നാവും കേട്ടാ. ഇവരെല്ലാം ഉദ്ഘാടനിക്കാൻ കാവൽ വെക്കാണ് നമ്മളെ പോലീസുകാർ. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉദ്ഘാടനം വരുന്നുണ്ടെങ്കിൽ 5 ലക്ഷം പോലീസ് സ്റ്റേഷനിൽ കെട്ടിവെക്കാൻ വേണ്ടി നിയമം കൊണ്ടുവരണം. എന്തെങ്കിലും ഇവരിൽ പഠിക്കൂ നാട് നശിപ്പിക്കാൻ.